2024 സ്കീം S2 C പ്രോഗ്രാമിംഗ്. സി പ്രോഗ്രാമിംഗിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2025 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻസ് ആണ്. ഇതിനകത്ത് ഒരു സത്യാവസ്ഥ പറയാതിരിക്കാൻ പറ്റില്ല. മെജോറിറ്റി ക്വസ്റ്റ്യൻസും പ്രോഗ്രാമാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഓരോ വീഡിയോയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫുൾ വീഡിയോ ഒരുമിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ആ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണ്, അതിന്റെ ആൻസേഴ്സ് അത് എന്താണെന്നത് ജസ്റ്റിഫൈ ചെയ്യുക. പ്രോഗ്രാം നിങ്ങൾക്ക് കാണാം, #include stdio.h. അതിന് താഴെ മെയിൻ ഫംഗ്ഷനകത്ത് രണ്ട് വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. എക്കകത്ത് 5 ഉണ്ട്, ബിക്കകത്ത് 9 ഉണ്ട്. പ്രിന്റ്എഫിനകത്ത് %d, a %b. ആംപർസാൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അരിത്തമെറ്റിക്, ലോജിക്കൽ, റിലേഷണൽ, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ്, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, ടെർണറി ഓപ്പറേറ്റർ, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ പല കാറ്റഗറീസിൽ ഒരെണ്ണമാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറാൻഡിന്റെ യൂസറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് ബൈനറിയിലേക്ക് എത്തിക്കും. ബൈനറി വാല്യൂസ് വെച്ചിട്ടായിരിക്കും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇവിടെ ബിറ്റ് വൈസ് ആൻഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എക്കകത്തുള്ള വാല്യൂ ഇന്റിജർ വാല്യൂ ആണ്, ബിക്കകത്തുള്ള വാല്യൂ ഇന്റിജർ വാല്യൂ ആണ്. എയുടെ വാല്യൂ 5 ആണ്. ഇതിന്റെ ബൈനറി എടുക്കാം. 5ന്റെ ബൈനറി എന്ന് പറയുമ്പോൾ 0101. നെക്സ്റ്റ് ബിക്കകത്ത് വരുന്നത് 9 ആണ്. 9ന്റെ ബൈനറി 1001. ഈ കാണുന്നത് പോലെ 0101 ലോജിക്കൽ ആൻഡ് 1001. ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ടുപേരും ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും. ഇവിടെ ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്തത് 1 ആണ്. അതായത് രണ്ടുപേരും 1 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ട്രൂ കിട്ടും. ദാറ്റ് ഈസ് 1 കൊടുക്കുക. രണ്ടുപേരും 0 ആണെങ്കിലോ 0 ആയിരിക്കും. either 1 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ 0 ആയാലും ആൻസർ 0 ആയിരിക്കും. സോ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പറയുമ്പോൾ 1 0 0 0. ഇതിനെ കൺവേർട്ട് ചെയ്ത് ഡെസിമൽ വാല്യൂലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 1 കിട്ടും. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതിന്റെ എറേഴ്സ് എന്തൊക്കെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഡീബഗിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്.